السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده، وأفضل الصلاة وأتم السلام على سيدنا محمد لا نبي بعده، وعلى آله وأصحابه ومن تبعه إلى يوم الدين. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യ ദിന ആഘോഷ തിമിർപ്പിലാണ്. ആദ്യമായി എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിന ആശംസകൾ നേരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാടിൻ്റെ മതേതരത്വം കാത്തു സൂക്ഷിച്ച് അന്ത്യനാൾ വരെ ഇന്ത്യ രാജ്യത്തെ നിലനിർത്തുമാറാകട്ടെ. അതിനെതിരെ തിരിയുന്ന ശത്രുക്കളെ അല്ലാഹു തആല പരാജയപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നതിൻ്റെ മഹത്വമാണ് ഇന്നലെ നാം പറഞ്ഞത്. അതിൻ്റെ മഹത്വങ്ങൾ തന്നെ പറഞ്ഞാൽ ഒരുപാട് ക്ലിപ്പുകൾ വേണ്ടി വരും. അതുകൊണ്ട് അല്പം കൂടി മാത്രം അതുമായി ബന്ധപ്പെട്ട ചില സംഗതികൾ പറഞ്ഞ് മറ്റു വിഷയത്തിലേക്ക് നമുക്ക് നീങ്ങാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാമല്ലോ, നിസ്കാരം, 5 നേരത്തെ നിസ്കാരം അള്ളാഹുവിനോടുള്ള സംഭാഷണമാണ്, നിർബന്ധമാണ്. ആ സംഭാഷണത്തിനിടയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലണം, സലാം ചൊല്ലണം. അതില്ലാതിരുന്നാൽ ആ നിസ്കാരം തന്നെ സാധുവല്ല എന്ന് നമുക്കറിയാം. നിസ്കാരത്തിൻ്റെ ഫർളുകൾ പഠിച്ച കൂട്ടത്തിൽ ഒടുവിലെ തഹിയ്യാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലൽ ഫർളാണ് എന്ന് നമ്മൾ പഠിച്ചു. ആദ്യത്തെ ആ തഹിയ്യാത്തിൽ സ്വലാത്ത് ചൊല്ലൽ മുഅക്കദായ സുന്നത്താണ്. അത് ഒഴിവാക്കിയാൽ സഹ്വിന് സുജൂദ് വേണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത്രക്കും ഗൗരവമുള്ള വിഷയമാണ്. അതുകൂടാതെ നിസ്കാരം തന്നെ ശരിയല്ല. ഫർളായാലും സുന്നത്തായാലും മയ്യിത്ത് നിസ്കാരമായാൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലാതെ ആ നിസ്കാരം ശരിയാവുകയില്ല. അള്ളാഹുവിനെ മാത്രമല്ലാതെ വേറൊരു മഖ്ലൂക്കിനെയും നിസ്കാരത്തിനിടയിൽ വിളിക്കാൻ പാടില്ല. അങ്ങനെ വിളിച്ചാൽ നിസ്കാരം ബാത്തിലായി പോകും. നമ്മളെ മക്കളെയോ ഭാര്യനെയോ ഉപ്പാനെ ഉമ്മാനെ ആരെ വിളിച്ചാലും നിസ്കാരം ബാത്തിലായി പോകും. എന്നാൽ അള്ളാഹിൻ്റെ ഹബീബിനെ വിളിച്ചാൽ നിസ്കാരം ബാത്തിലാകൂല. എന്ന് മാത്രമല്ല, വിളിച്ചാലേ നിസ്കാരം സഹിയാകൂ. ഇപ്പം എത്ര കണ്ട് മഹത്വമാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കാണി. അള്ളാഹിനോട് മാത്രം സംഭാഷണം നടത്തുന്ന, അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുന്നൊരു അമല് നിസ്കാരം. ആ നിസ്കാരത്തിൻ്റെ അകത്ത് റസൂലുള്ളാഹിനെ വിളിച്ച് സലാം പറയണം. നമ്മൾ കണ്ടില്ലേ അത്തഹിയ്യാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് സലാം പറഞ്ഞ് ആ സലാം പറയാത്ത മുസ്ലിമാരാ ഉള്ളത്. എത്ര കാലമായി തുടങ്ങിയ സലാമാണത്? ഇത് വെറുതെ ഒരു സലാമാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ ചെന്ന്, അവിടുത്തെ റൗള ഷരീഫിൽ ചെന്ന് നേരിട്ട് അഭിമുഖമായി പറയുന്ന അതേ രൂപത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ എന്ന് പറഞ്ഞിട്ട് നബിക്ക് സലാം പറയാണ്. അതേ ശൈലിയിൽ പറയാണ്.
അപ്പോൾ ആ മനസ്സിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ട് കാണാം. അപ്പോൾ മനസ്സിൽ നമ്മുടെ മനസ്സിൽ റസൂലുള്ളാഹിനെ കൊണ്ടുവരണം. എന്നിട്ട് നമ്മളടുത്ത് ഹാജറായതുപോലെ നബിക്ക് സലാം പറയണം എന്ന്. അങ്ങനെ സലാം പറഞ്ഞാൽ റസൂലുള്ളാഹി കേൾക്കുമോ? അത് കേൾക്കും. അള്ളാഹു കേൾപ്പിച്ചാൽ പിന്നെ കേൾക്കാതിരിക്കാൻ എന്താ പ്രയാസം? കേൾക്കാൻ എന്ത് പ്രയാസം? അള്ളാഹുവിൻ്റെ റസൂൽ തന്നെ പഠിപ്പിച്ചതാണ്. ആര് ഒരുത്തൻ എവിടെ നിന്ന് എനിക്ക് സലാം പറഞ്ഞാലും ഞാൻ അവരെ സലാം അടക്കാതിരിക്കില്ല. എൻ്റെ റൂഹിനെ അള്ളാഹു തആല എനിക്ക് മടക്കിത്തരും, ഞാൻ അവരെ മേലെ സലാം അടക്കുമെന്ന്. പക്ഷെ സലാം അടക്കുന്നത് ചിലപ്പോൾ നമുക്ക് കേട്ടില്ല, നമ്മൾ അറിഞ്ഞില്ല എന്ന് വരും. എന്നാലും അള്ളാഹിൻ്റെ റസൂൽ സലാം അടക്കും. അതേ ശൈലിയിൽ തന്നെ പറഞ്ഞ് നിസ്കരിക്കണം. അതിൽ മാറ്റം വരുത്താൻ പാടില്ല. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സലാത്ത്. സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്നാണ് പറഞ്ഞത്. സലാത്തും സലാമും വേണമെന്നല്ല പറഞ്ഞത്. സലാം ആദ്യം നമ്മൾ ചൊല്ലി, ഇനി നമുക്ക് അതിന് ശേഷം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ എന്ന് പറഞ്ഞിട്ട് സലാത്ത് ചെല്ലണം. അത് ആ പറഞ്ഞ ക്രമത്തിൽ തന്നെയാണ്. നമ്മളെ ഇഷ്ടത്തിന് എവിടെയെങ്കിലും സലാം പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും സലാത്ത് ചെല്ലാൻ പറ്റില്ല. അത് എവിടെയാണ് ചെല്ലാൻ പറഞ്ഞത്, അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചത്, അവിടെ ചെല്ലണം. അങ്ങനെയാണ്. അത് നമ്മളെ ഇഷ്ടത്തിന് സലാം പറയല്ലേ നബിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും സലാം കാച്ചാനല്ല പറയുന്നത്. അത് അതിൻ്റേതായ സ്ഥാനത്ത് തന്നെ നിർവഹിക്കണം. അങ്ങനെ ആകുമ്പോഴേ ആ ഇബാദത്ത് ശരിയാവുള്ളൂ. ഇതുപോലെ തന്നെയാണ് ഖുതുബ. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ജുമാ ദിവസത്തിൽ ഖുതുബ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വെറും ഒരു പ്രസംഗമല്ല, ഖുതുബയാണ്. ആ ഖുതുബക്ക് ഫർളുണ്ട്, ഷർത്തുണ്ട്, പലതുമുണ്ട്. ആ ഖുതുബൻ്റെ ഫർദിൽ പ്രധാനപ്പെട്ടത് ഹംദാണ്. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലെ സ്വലാത്ത് ചെല്ലണം. 2 ഖുതുബയിലും വേണം, ഒരു ഖുതുബയിൽ മാത്രം പോരാ, 2 ഖുതുബയിലും വേണം. അങ്ങനെ ചെല്ലിയില്ലെങ്കിൽ ആ ഖുതുബ തന്നെ ബാത്തിലാവും. ഖുതുബ ബാത്തിലായാലും ജുമയും ബാത്തിലാവും. ഇങ്ങനെ നിർബന്ധമായി ചെല്ലേണ്ട സ്ഥലങ്ങളുണ്ട്, പിന്നെ സുന്നത്തായിട്ട് ചെല്ലേണ്ടതുണ്ട്. എത്ര കണ്ട് ചെല്ലാൻ പറ്റുന്നോ അത്രയും ചെല്ലിയാൽ ഖൈറാണ്. പല ഗുണങ്ങളും അതുകൊണ്ട് നമുക്ക് ഇരു വീട്ടിലും ലഭിക്കും. ഇനി പ്രധാനപ്പെട്ട ഒന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് കേട്ടാൽ കേൾക്കുമ്പോൾ സലാത്ത് ഇല്ല എന്നുള്ളത്. അതിനെ സംബന്ധിച്ച് വലിയ താക്കീതാണ് അല്ലാഹുവിൻ്റെ റസൂൽ നൽകിയിട്ടുള്ളത്. പേര് കേട്ടിട്ട് ആ പേര് കേൾക്കുമ്പോഴെങ്കിലും ഒരു സലാത്ത് നാവിലൂടെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവൻ്റെ ഈമാൻ എവിടെ, അവൻ്റെ മഹബത്ത് എവിടെ? പിന്നെന്ത് മഹബത്താ? അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പേര് കേട്ടിട്ട്, പേര് കേൾക്കുമ്പോൾ ഒരു സലാത്തെങ്കിലും ചെല്ലാൻ മനസ്സ് വരാത്തവൻ, അവൻ്റെ നാവ് ചലിക്കാത്തവൻ, അവൻ്റെ അവസ്ഥ എന്തായിരിക്കും? അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം, അൽ ബഖീലു, ബഖീലാണ്. ആരാണ് പിശുക്കൻ? അവൻ എൻ്റെ പേര് കേട്ടിട്ട്, അത് പറയപ്പെട്ടത് കേട്ടിട്ട് എൻ്റെ മേലെ സ്വലാത്ത് ചെല്ലാത്തവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഏറ്റവും വലിയ ബഖീൽ ലുബ്ദൻ, പിശുക്കൻ എന്നാ പറഞ്ഞത്. 5 കാശിൻ്റെ മുടക്കില്ല, പോക്കറ്റ് കാലിയാവില്ല, ആ നാവൊന്ന് ചലിപ്പിക്കേ വേണ്ടൂ. അതിലും കൂടി തയ്യാറാത്ത അത്രയും വലിയ പിശുക്കനാണ് എൻ്റെ പേര് കേട്ടിട്ട് എൻ്റെ മേൽ സ്വലാത്ത് ചെല്ലാത്തവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതുപോലെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ഒരു മിമ്പറിൻ്റെ അടുക്കൽ ഹാജരാകാൻ പറഞ്ഞു. അങ്ങനെ അതിൻ്റെ മേലെ കയറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിക്ക് ഉപദേശങ്ങൾ വല്ലതും പറയാനുണ്ടെങ്കിൽ മിമ്പറിന്മേൽ കയറി പറയാറൊക്കെ ഉണ്ട്. അങ്ങനെ കയറുമ്പോൾ ഓരോ പടിയിലും കയറിയപ്പോൾ ആമീൻ 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 എന്ന് പറഞ്ഞു. വിശദമായി പറയേണ്ട കാര്യമാണ്. അപ്പോൾ ആ വിഷയത്തിലല്ല നമ്മുടെ സംസാരം, അതുകൊണ്ട് ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോണില്ല.
അതിൽ ഒരു പടിമ കയറിയപ്പോൾ ആമീൻ എന്ന് പറഞ്ഞപ്പോൾ അതെന്തിനാണ്? സഹാബത്ത് ചോദിച്ചു, എന്തിനാണ് തങ്ങളെ ഇങ്ങനെ ഒരു ആമീൻ കേട്ടല്ലോ പുതിയതായിട്ട്, ഇത് മുമ്പ് കേൾക്കാറില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ റസൂൽ വിവരിച്ചു കൊടുത്ത കൂട്ടത്തിൽ ഒരു പടിമ കയറിയപ്പോൾ ആമീൻ പറഞ്ഞത് എന്ത് വിഷയത്തിലാണോ? എൻ്റെ പേര് ആരെങ്കിലും കേട്ട് എൻ്റെ പേരിൽ ഒരാൾ സലാത്ത് ചൊല്ലിയില്ല എങ്കിൽ അവനെ അള്ളാഹു തആല റഹ്മത്തിനെ തൊട്ട് ദൂരത്താക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തു. ഞാൻ ആമീൻ പറഞ്ഞു. ദുആ എന്നത് ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കാണ്. ആമീൻ എന്ന് പറഞ്ഞത് ഉത്തരം ചെയ്തത് ആരാ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പിന്നെ ആ ദുആ സ്വീകരിക്കാതിരിക്കുമോ? ഉറച്ച കേസല്ലേ. അപ്പോൾ റസൂലുള്ളാഹിന്റെ പേര് കേട്ട് സലാത്ത് ചൊല്ലിയില്ലെങ്കിൽ അവൻ അള്ളാഹിൻ്റെ റഹ്മത്തിനെ തൊട്ട് ദൂരത്താക്കപ്പെട്ടവൻ തന്നെയാണെന്നുള്ള തീർച്ചയാണ് ഈ വാക്യം കൊണ്ട്, ഈ ദുആ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു വിഷയം കൂടി അത് സംബന്ധിച്ച് നിങ്ങളെ മുന്നിലേക്ക് ഞാൻ വെക്കുകയാണ്. അതായത് പലപ്പോഴും റസൂലുള്ളാഹി സലാത്ത് ചെല്ലാൻ വേണ്ടി നമ്മളോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിർബന്ധമുള്ളത് മാത്രമല്ലാതെ സുന്നത്തായിട്ട് തന്നെ. അതിൻ്റെ പിന്നിൽ വലിയ ഫായിദയും പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിലൊന്നാണ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ സമിഅ്തുമുൽ മുഅദ്ദിന ഫഖൂലൂ, മുഅദ്ദിനെ നിങ്ങൾ കേട്ടാൽ, ബാങ്ക് കൊടുക്കുന്നവൻ്റെ ബാങ്ക് കേട്ടാൽ, ഫഖൂലൂ മിസ്ല മാ യഖൂൽ, ആ മുഅദ്ദിൻ പറയുന്നത് പോലെ നിങ്ങൾ പറയണം. സുമ്മ സല്ലു അലയ്യ, പിന്നെ എൻ്റെ മേൽ സ്വലാത്ത് ചെല്ലണം. അവിടെയാണ് എൻ്റെ അടിവര. ഞാൻ അടിവരയിടുന്ന അവിടെയാണ്. ബാങ്ക് കൊടുക്കുന്നതിന് ഇജാബത്ത് കൊടുക്കേണ്ടത് നമുക്കറിയാം. ഈ സ്വലാത്ത് ചെല്ലുക എന്ന് പറഞ്ഞത് അത് ഒരുപാട് ആളുകളിൽ നമ്മൾ കേൾക്കുന്നില്ല അനുഭവത്തിലൂടെ. അതുകൊണ്ടാണ് ഞാനത് അടിവരയിട്ട് പറയുന്നത്. സുമ്മ സല്ലു അലയ്യ, ബാങ്ക് കൊടുത്ത് ഇജാബത്ത് കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും അതിനും പറഞ്ഞ് കേൾക്കുന്ന ആളുകളും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. അത് അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട കാര്യം സലാത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്ന് സലാത്ത് ചൊല്ലിയിട്ട് എന്നിട്ട് അവിടെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്, ഫഇന്നഹു മൻ സല്ലല്ലാ അലയ്യ സലാത്തൻ, എന്തുകൊണ്ട് എൻ്റെ മേൽ ഒരു സലാത്ത് ചൊല്ലിയാൽ അള്ളാഹു തആല അതിന് 10 നിങ്ങൾക്ക് നൽകും പകരമായിട്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, സുമ്മ സലുല്ലാഹ ലിൽ വസീല, പിന്നെ എനിക്ക് അള്ളാഹു തആലാനോട് നിങ്ങൾ വസീലത്ത് എന്ന സ്ഥാനത്ത് ചോദിക്കണം. ഫഇന്നഹാ മൻസിലത്തുൻ ഫിൽ ജന്ന, അത് സ്വർഗത്തിലൊരു ഉന്നത പദവിയാണ്. ലാ തംബഗി ഇല്ലാ ലി അബദിൻ മിൻ ഇബാദില്ലാഹ്, അള്ളാഹിൻ്റെ അടിമയിൽപ്പെട്ട് ഒരാൾക്ക് മാത്രമേ അത് കിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു സ്ഥാനമാണത്. ഞാനായിരിക്കണം അത്. അതുകൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങളത് ചോദിക്കണം. അതാണ് നമ്മൾ ആ ദുആയിൽ മറ്റൊരു ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ദുആ, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തുൽ ഖായിമ ആതി സയ്യിദനാ മുഹമ്മദനിൽ വസീലത വൽ ഫളീല വദ്ദറജത്തൽ റഫീഅ വബ്അത്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅദ്തഹു വർസുഖ്നാ ശഫാഅതഹു യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്. ആ ദുആ ചെല്ലുക. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇജാബത്ത് ചെയ്യുക. ഇജാബത്ത് ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യം ചെയ്യേണ്ടത് സലാത്തിലാണ് വേണ്ടത്. റസൂലുള്ളാഹിന്റെ പിന്നെ സലാത്തില്ല. നമ്മളാരും ബാങ്ക് കൊടുത്ത് കഴിഞ്ഞാൽ ഉടനെ ചെല്ലുകയാണെങ്കിൽ തന്നെ ഇത് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി അവിടെ തുടങ്ങും. സലാത്ത് അവിടെ കട്ട് ചെയ്യും. അത് ചെയ്യരുത് എന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചെയ്യരുത്. അതാണ് റസൂൽ എങ്ങനെ പഠിപ്പിച്ചതുപോലെ ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് ബാങ്കിന് ഇജാബത്ത് കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കഴിഞ്ഞാൽ അവസാനിച്ച് കഴിഞ്ഞാൽ ഉടനെ സലാത്ത് ഇല്ല. സലാത്ത് കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ എന്ന ദുആ ചെയ്ത് അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടി വസീലത്തും മറ്റുള്ള ഫളീലത്തും കാര്യങ്ങളൊക്കെ ചോദിച്ച് അതിൻ്റെ ശേഷമായിട്ട് അങ്ങനെ ഒരാൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത്? ഹല്ലത്ത് ലഹു ശഫാഅത്തി, അവനിക്ക് എൻ്റെ ഷഫാഅത്ത് തീർച്ചപ്പെട്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ഇതാണ് നമ്മുടെ ഈ വോയിസ് കൊണ്ടൊക്കെ ഉള്ള ഉദ്ദേശ്യം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വീണ്ടും കാണാം. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്ക് നിന്റെ ഹബീബിനോടുള്ള മഹബത്ത് ഞങ്ങൾ ഹൃദയത്തിൽ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്.
നിന്റെ ഹബീബിനോടുള്ള മെഹബത്ത് വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. ആ മെഹബത്ത് വർദ്ധിക്കുന്നതിനനുസരിച്ച് ഞങ്ങളുടെ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ സ്വഭാവങ്ങളും വാക്കുകളും എല്ലാം നീ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ആഫിയത്തോടെ ദീർഘായുസ്സിൻ്റെ പൊരുത്തത്തിലായി നൽകണേ അല്ലാ. മരണം ഹൈറാകുമ്പോൾ റബ്ബെ അവർക്കും ഞങ്ങൾക്കും കലിമ ചൊല്ലിമരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. റബ്ബെ ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് വിഷമിക്കുന്നുണ്ട്, ആസ്പത്രിയിൽ കഴിയുന്നവരുണ്ട്. മറ്റെല്ലാവർക്കും പരിപൂർണ്ണ ശിഫ നൽകി ആഫിയത്തോടുകൂടി നീ സലാമത്ത് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബെ മാരകമായ രോഗത്തൊട്ടാലും ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.